മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈയടിച്ചുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നേതാവ്, പ്രതിപക്ഷ നിരയിലെ രാഹുൽ ഗാന്ധിയേക്കാൾ വിവരമുള്ള നേതാവ്, രാഹുൽ ഗാന്ധിയേക്കാൾ വിവേകമുള്ള നേതാവ് ശശി തരൂരാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടി കൈയടിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഗാന്ധി കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ ശശി തരൂർ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആകേണ്ട ആളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. നമുക്കറിയാലോ, കോൺഗ്രസിൽ ഇന്നും ജനാധിപത്യ സംവിധാനമൊന്നും വന്നിട്ടില്ല. പ്രഗത്ഭനാണോ, വിവേകമുണ്ടോ, വിവരമുണ്ടോ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ശശി തരൂർ അല്ലാതെ മറ്റാരായിരുന്നു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആവേണ്ടത്? ഇതിപ്പോ രാജകുടുംബമാണ്, രാജ സിസ്റ്റമാണ് ഇപ്പോഴും കോൺഗ്രസിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഗാന്ധി കുടുംബത്തിലെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആയി എന്നുള്ളതൊക്കെ വിവേകമുള്ള സകല മലയാളികൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ. എന്ത് തന്നെയാലും ശശി തരൂർ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈയടിച്ചിരിക്കുന്നു. അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ വലിയ രീതിയിൽ രാജ്യത്ത് വർദ്ധിപ്പിച്ചു. അദ്ദേഹം എടുത്തെടുത്ത് ഓരോ കാര്യങ്ങളും അക്കമിട്ടുകൊണ്ടാണ് പറയുന്നത്. സാമ്പത്തിക നവീകരണത്തിൽ അമ്പരപ്പിക്കുന്ന പുരോഗതി. ഇത് മാത്രമാണോ? അദ്ദേഹം എടുത്തു പറയുക ഓരോ മേഖലയും. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനം, വിദേശ നയത്തിലെ സജീവ ഇടപെടൽ, ക്ഷേമ പദ്ധതികളുടെ നടപ്പാക്കൽ തുടങ്ങിയ മേഖലകളിൽ മോദി സർക്കാർ ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ചു. ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർത്തുന്നതിലും ഭരണ നിർവഹണത്തിലെ വേഗത വർദ്ധിപ്പിക്കുന്നതിലും സർക്കാർ വിജയിച്ചു. ഇത് ഒരു ലേഖനത്തിൽ കൃത്യമായിട്ട് ശശി തരൂർ മുന്നോട്ട് വെക്കുന്നതാ. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാവ്, ലോക നേതാവ് എന്ന രീതിയിൽ നരേന്ദ്രമോദി വളർന്നു. ലോക നേതാവായിട്ടാണ് നരേന്ദ്രമോദിയെ കാണുന്നത്. പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഭാരതത്തിൽ പ്രതിപക്ഷം പോലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി കൈയടിക്കുന്നു എന്നുള്ളത് വിവേകമുള്ള ഏതൊരു മലയാളിയെ സംബന്ധിച്ചും അഭിമാനകരമാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും വേണ്ട. മലയാളിയായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഒരു MP തന്നെയാണ് നരേന്ദ്രമോദിക്ക് വേണ്ടി ഇതുപോലെ കൈയടിച്ചിട്ടുള്ളത്. ഇനി ഈ കൈയടിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നരേന്ദ്രമോദി ഈ രാജ്യത്ത് എത്രത്തോളം വലിയ വികസനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്, എത്രത്തോളം വലിയ മാറ്റമാണ്. അതായത് കഴിഞ്ഞ 10-60 വർഷം കൊണ്ട് കോൺഗ്രസിന് ചെയ്യാൻ സാധിക്കാത്തത് ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് ചെയ്തിട്ടില്ലേ? ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്ന് എടുത്തു പറയാം. ഈ പറയുന്ന ഓരോന്നും നിങ്ങളുടെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്ന് പരിധി നോക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും തെളിവ് കിട്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനൊന്ന് എടുത്തു പറയുന്നത്. പ്രധാനമായിട്ടും ഞാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് ഞാൻ എടുത്ത് വായിച്ചു കേൾപ്പിക്കുന്നത്. കഴിഞ്ഞ 12 വർഷം കൊണ്ട് കോൺഗ്രസ് രാജ്യം ഭരിച്ച 10-60 വർഷക്കാലം കൊണ്ട് അവർക്ക് നടത്താൻ സാധിക്കാത്തതാണ് കഴിഞ്ഞ 12 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഞാൻ ഓരോന്നും ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ആദ്യത്തത്, ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് നിർമ്മിച്ചു. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിച്ചു. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിച്ചു. പ്രതിമയ്ക്ക് എങ്ങനെ ലാഭം വരുന്നു എന്നൊരു വിശദീകരണം ഇനി ആർക്കും വേണ്ട എന്ന് കരുതുന്നു. രാജ്യം ഉള്ളിടത്തോളം കാലം ആ പ്രതിമയിലൂടെ മാത്രം പൊതുഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ വരുമെന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യം. അടുത്തത്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചു. അടുത്തത്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം നിർമ്മിച്ചു. അടുത്തത്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ നിർമ്മിച്ചു. അടുത്തത്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് കപ്പൽ നിർമ്മിച്ചു. അടുത്തത്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകരിച്ച റെയിൽ തുരങ്കം നിർമ്മിച്ചു. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് നിർമ്മിച്ചു, സൂറത്ത് ഡയമണ്ട് ബോയ്സ്. അടുത്തത്,
11 കോടി ടോയ്ലറ്റുകൾ ഈ രാജ്യത്ത് നിർമ്മിച്ചു. അതിനെ പരിഹസിച്ച ഒരുപാട് മൊണ്ണകൾ ഇവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് രാജ്യം ഭരിച്ച സമയത്ത് 11 കോടി ആളുകൾക്ക്, 11 കോടി കുടുംബങ്ങൾക്ക് ഇവിടെ ടോയ്ലറ്റ് പോലും ഇല്ലായിരുന്നു എന്നൊന്ന് ചിന്തിച്ചാൽ എത്രത്തോളം മഹത്തരമായ കാര്യമാണ് നരേന്ദ്രമോദി സർക്കാർ ഇതിലൂടെ ചെയ്തത് എന്ന് വിവേകമുള്ള മലയാളികൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് 262 മെഡിക്കൽ കോളേജുകൾ നിർമ്മിച്ചു. അടുത്തത് 7 IITകൾ സ്ഥാപിച്ചു. അടുത്തത് 16 എയിംസുകൾ സ്ഥാപിച്ചു. കോൺഗ്രസ് 10-60 വർഷക്കാലം ഭരിച്ചതിന്റെ ഡബിൾ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയണം. അടുത്തത് രാമക്ഷേത്രം പണിതു. അത് ഈ രാജ്യം ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്തിന്റെ പ്രൗഢിയാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക. അടുത്തത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് നിർമ്മിച്ചു. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ട്രെയിനുകൾ വന്ദേ ഭാരത് ഉൾപ്പെടെ. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ എക്സിബിഷൻ ഹാളുകള്. അടുത്തത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. അടുത്തത് തുടർച്ചയായി 105 മണിക്കൂർ 33 മിനിറ്റും കൊണ്ട് 75 കിലോമീറ്റർ ബിറ്റുമിനസ് പാത സ്ഥാപിച്ചതിന്റെ ഗിന്നസ് റെക്കോർഡ്. അടുത്തത് 2014 നിർമ്മിച്ച റോഡുകൾ പ്രതിദിനം 2 കിലോമീറ്റർ. 2023 ആയപ്പോൾ അത് 68 കിലോമീറ്റർ. അടുത്തത് ലോകത്തെ 2ാമത്തെ വലിയ ഫോൺ നിർമ്മാതാക്കൾ ഇന്ത്യ ആയി. അടുത്തത് ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി, ഇപ്പൊ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയാക്കി എന്നുള്ളതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അടുത്തത് ഗോതമ്പിന്റെയും അരിയുടെയും ഏറ്റവും വലിയ ഉൽപാദകരായി ഇന്ത്യയെ മാറ്റി. 2029 വരെ 80 കോടി ജനങ്ങളുള്ള റേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അടുത്തത് ഏറ്റവും വിജയകരമായ G20 ഉച്ചകോടി ആതിഥേയത്വം വഹിച്ചു. അടുത്തത് ആഫ്രിക്കൻ യൂണിയൻ G20 ഉൾപ്പെടുത്തി അതിനെ G21 ആക്കി. ചരിത്രപരം. അടുത്തത് 2014 സ്റ്റാർട്ടപ്പുകൾ 98 മാത്രം. 2023 ആയപ്പോൾ സ്റ്റാർട്ടപ്പുകൾ 1 ലക്ഷം കവിഞ്ഞു. ഇങ്ങനെ ഞാനൊരു 25 മാത്രം 26 മാത്രമേ എടുത്ത് വായിച്ചിട്ടുള്ളൂ. ഇത് എണ്ണിയാൽ തീരാത്തത്ര. ഈ രാജ്യം നരേന്ദ്രമോദി സർക്കാർ ഭരിച്ച സമയത്താണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ, റെയിൽവേ ട്രാക്കുകൾ. എന്തിനേറെ പറയുന്നു, വിദേശികൾ നമ്മുടെ രാജ്യത്തെ റെയിൽവേ ട്രാക്കുകളെ വിളിച്ചിരുന്നത് സഞ്ചരിക്കുന്ന ഏറ്റവും വലിയ ടോയ്ലറ്റുകൾ എന്നായിരുന്നു. അതുപോലും മാറ്റിയത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഒരിറ്റ് മനുഷ്യ വിസർജ്യം ഇന്ന് ട്രാക്കുകളിലേക്ക് വീയാതിരിക്കാനും നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിക്കേണ്ടി വന്നു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകൾ, രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, രാജ്യത്തെ ഏറ്റവും കൂടുതൽ റോഡുകൾ, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും, അടിസ്ഥാന സൗകര്യങ്ങൾ, ഡിജിറ്റൽ മേഖല നോക്കിയാൽ, UPI ഉൾപ്പെടെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സൗകര്യങ്ങളിലും നരേന്ദ്രമോദി സർക്കാരിന്റെ കയ്യൊപ്പുണ്ട് എന്നുള്ളത് സകല മലയാളികളും അഭിമാനത്തിൽ തിരിച്ചറിയണം. ഇതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞ ശശി തരൂർ സത്യസന്ധമായിട്ട് വിളിച്ചു പറഞ്ഞു, 140 കോടി ജനങ്ങളുടെ, വലിയ രീതിയിൽ 140 കോടി ജനങ്ങളുടെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് അവരുടെ ജീവിതം മാറ്റിമറിച്ചു. ശശി തരൂർ പറയാ. അപ്പൊ കോൺഗ്രസ് ഇവിടെ നരേന്ദ്രമോദി അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഇനി എന്തിനു പറ്റോ? 10-60 വർഷം കൊണ്ട് കോൺഗ്രസ് ചെയ്തു തീർത്ത മണ്ടത്തരങ്ങളെ ഇല്ലാതെയാക്കി ഒരു പുതു രാജ്യം തന്നെ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയെടുത്തു എന്നല്ലേ ശശി തരൂരിന്റെ ഈ അഭിനന്ദനങ്ങളൊക്കെ കേൾക്കുമ്പോ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയേണ്ടത്.